അതായത് ഈ യുദ്ധത്തിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട് നിരീക്ഷകരെല്ലാം പറയുന്നത് വലിയ ഊർജ്ജ പ്രതിസന്ധി ലോകമാസകലം ഉണ്ടാകുമെന്നൊക്കെ. അപ്പോൾ തന്നെ വില കൂടിയിട്ടുണ്ട് 1.7% ഒക്കെയാണ്. പക്ഷേ ഇന്ത്യയെ ഒരു തരത്തിലും ഈ ഊർജ്ജ പ്രതിസന്ധി ബാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള ഒരു വിദേശ നയത്തിൻ്റെ ഫലം. അതിൻ്റെ വിശദീകരണം ഒന്ന് നൽകാം. സാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയല്ലേ, നരേന്ദ്രമോദിയെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത്. പറഞ്ഞാൽ ചീത്ത. അതായത് എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി എവിടെ നിന്ന് ഇന്ധനം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വന്നില്ലെങ്കിലും ഒരു വളരെ ദീർഘകാലത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ നമ്മൾ ക്രൂഡ് ഓയിൽ ശേഖരം അപ്പോൾ ഉള്ളപ്പോഴും നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഗ്യാസും ഒക്കെ വരുന്നതിന് വേണ്ടി യാതൊരു തടസ്സവും ഇല്ലാതെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വരുന്നത്. അപ്പം ഈ ഹോർമൂസ് കടലിടുക്കിൽ കൂടിയാണല്ലോ ലോകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന 20% ചരക്ക് 28% ചരക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള ഓയിൽ നീക്കം. അതിനകത്ത് നന്മയുടെ 50% അതിൽ കൂടി വരുന്നതാണ് പറയുന്നത്. അപ്പം നമ്മൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഏതാണ്ട് 10-13 രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഇന്ധനം ശേഖരിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ധനം വാങ്ങിയിരുന്നു. അന്നേരമാണ് ചില സമയങ്ങളിലൊക്കെ നമ്മളിപ്പം ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ചില ആൾക്കാരുണ്ടല്ലോ, ഇസ്ലാമിസ്റ്റ് ചായവുള്ള ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ സൗദിയിലെങ്ങാനും പിണയ്ക്കാറുണ്ടല്ലോ, നീയൊക്കെ സൗദിയെ വിടുന്ന കാര്യം പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റോ ഉണ്ടല്ലോ മറിച്ചോ ഉണ്ടല്ലോ, അവിടുന്ന് എണ്ണ കിട്ടിയില്ല എന്തോ ചെയ്യും എന്നൊക്കെയുള്ള വർത്തമാനമൊക്കെ കേട്ടിട്ടില്ലേ ലോക്കൽ? മനസ്സിലാവുന്നത് സൗദി ഇന്ത്യ തമ്മിൽ പ്രശ്നമൊന്നും അന്നുമില്ല ഇന്നുമില്ല പറയുക ഈ വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പം ഈ വർത്തമാനം കൊണ്ടല്ല, മോദി ഇതെല്ലാം വളരെ ദീർഘവീക്ഷണത്തോട് കാണുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ ദീർഘവീക്ഷണത്തോട് അല്ലെങ്കിൽ ഒരു 50 കൊല്ലോ 100 കൊല്ലോ അപ്പുറം ഇന്ത്യ എങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്ന ഒരു ഭരണാധികാരിക്കാണല്ലോ ഒരു രാജ്യത്തെ പുരോഗതിയിലെത്തിക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള കാഴ്ചപ്പാടിന് അദ്ദേഹം ഇത് വിലയിരുത്തി. ഇപ്പം നമുക്ക് ഏതാണ്ട് 40-45 രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാം. ഒരു 2 പിണക്കത്തില്ല, ഞങ്ങളുടെ മേടിയിൽ നമ്മൾ മീൻചന്തയിൽ പോകുമ്പോൾ ആണ്ടയിലിരിക്കുന്നു പറയുന്നതൊക്കെ ഞങ്ങളുടെ മേടി. കാരണം അതുപോലെ നമുക്ക് അതുപോലെ വേണമല്ലോ. നമുക്ക് ഏതാണ്ട് 95% വെളിയിൽ നിന്ന് ഇന്ധനം മേടിച്ച് വെക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 15 ലക്ഷം കോടി തൊട്ട് 14 ലക്ഷം കോടിയുടെ വരെ ഇന്ധനം നമുക്ക് ഒരു കൊല്ലം വേണം. അപ്പോൾ എന്തോ വലിയ കൺസ്യൂമെൻറ്റാണ് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യമായിട്ട് മാത്രമാണെങ്കിൽ ആ രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പൈസ ആയില്ലേ. അപ്പോൾ എല്ലാവരും മത്സരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൗദിയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിനൊരു നിശ്ചിത വിലയും കിട്ടേക്കുമായിരുന്നു. ഇതിനകത്ത് ഒന്ന് താഴോട്ടില്ല. അതേസമയം ഇത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ താപ്പോട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനം എവിടുന്ന് തരുന്നു എന്നത് ആലോചിച്ചാണല്ലോ നമ്മൾ എണ്ണ മേടിക്കുന്നത്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് വിഷയം വന്നപ്പോൾ എണ്ണ മേടിക്കാൻ തീരുമാനിക്കുന്നു, പിന്നെ റഷ്യ തരാൻ തീരുമാനിക്കുന്നു. ഇപ്പം റഷ്യ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരുമ്പോൾ തന്നെ ബാക്കിയുള്ളടത്തെ നമ്മൾ ഇന്നത്തുനിന്ന് മേടിക്കുന്നത് കുറയ്ക്കുന്നില്ല. കാരണം അവിടെ നിന്നൊക്കെ കുറേശ്ശെ മേടിക്കും. അപ്പോൾ ഇപ്പം ഏറ്റവും അവസാനം നമ്മളെല്ലാവരും പറയുമ്പോൾ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്തു, ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ദൂരെ നിന്നേ നമ്മൾ ഈ ആൾക്കാർ മരിക്കുമ്പം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അത് കുറ്റം പറയുമല്ല, അനുശോചനം രേഖപ്പെടുത്തുന്നോ പറയത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വിഷമം ആർക്കാ? മരിച്ചതിൻ്റെ മാതാപിതാക്കൾക്കല്ലേ. ഇവർ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിനകത്ത് ഇറാനെ അടിക്കുമ്പം ഈ വാചകമല്ലാതെ ചൈനയുടെയും റഷ്യയുടെയും വേറെ ഒരു ഇടപെടലും ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ജിയോ പൊളിറ്റിക്സിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ രാജ്യങ്ങളും ചിന്തിക്കുമ്പോൾ ആ രാജ്യത്തിന് ഗുണമുള്ള രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ലോകത്തെ GCC രാജ്യങ്ങളുടെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ റഷ്യ ഉണ്ടല്ലോ. റഷ്യയിൽ നിന്ന് എണ്ണ ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. എന്നാലും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ മേടിക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. നമ്മൾ നേരെ വരുന്നില്ല, കുറേ കൂടെ വരാൻ ചില എണ്ണ തരണമെന്ന് മേടിക്കുന്നുണ്ട്, മേടിച്ചു. അപ്പം ഇത് മേടിച്ചുകൊണ്ടിരുന്ന ആരൊക്കെ? ഞാൻ അതിനൊരു ഉദാഹരണം, നാട്ടിൻപുറത്തൊക്കെ ചാരായം മാറ്റുന്ന വീടുകളുണ്ട്, ചാരായം മാറ്റുന്ന വീടുകൾ, കുടിൽ വ്യവസായം പോലും. അവിടെ തലയും മുണ്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ റഷ്യയുടെ പ്രതിസന്ധി സമയത്ത് ആരും എണ്ണ മേടിക്കരുത്, മേടിക്കുന്നതിനെ വെടിവെക്കുമെന്ന് പറഞ്ഞ് US നിന്നപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്, നമ്മൾ മേടിക്കുകയും ചെയ്യും. നമുക്ക് അവിടെ നിന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് റഷ്യയോട് താല്പര്യമുണ്ട്, പല കരാറുകളുണ്ട്, ബന്ധമുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണ്. ഇപ്പോൾ അവർ ഏറ്റവും വില കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിക്കും. കാരണം നിങ്ങൾ വരുന്നതിനെക്കാട്ടി വില കുറച്ച് ചൈനയും മേടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് റഷ്യക്കും ഗുണമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രതിസന്ധി വന്നു. അല്ല പ്രതിസന്ധി അല്ല, മേടിക്കേണ്ടതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ മാസത്തെ വലിയ രസം, അമേരിക്ക ഇങ്ങനെ അവർ നിർത്തിയെന്നൊക്കെ പറഞ്ഞ് ഈ വിടുവാൻ നടക്കുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ ഏറ്റവും കൂടുതൽ റഷ്യൻ വാങ്ങിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതിൽ റെക്കോർഡാണ് കഴിഞ്ഞ പ്രാവശ്യം. അല്ലെ, ഇവിടുത്തെ ആൾക്കാരുടെ സമാധാനത്തിന് വേണ്ടി പറയാമല്ലോ. അപ്പം മേടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം പുതിയതനുസരിച്ച്
നമ്മൾക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതിന് കണക്കുണ്ട്, GCC രാജ്യങ്ങൾ മേടിക്കുന്നതിന് കണക്കുണ്ട്. ഇപ്പം GCC രാജ്യങ്ങളിൽ ഏതായാലും ഒരു പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ GCC രാജ്യത്തു നിന്ന് നമ്മുടെ ഒരു കപ്പലുമായിട്ട് വരുമ്പോൾ ഊത്തി കയറി, അല്ലെങ്കിൽ നമുക്ക് വരുന്ന സാധനമായിട്ട് വന്ന ഇന്ധനത്തിനകത്ത് തീട്ടെ, ഇപ്പോൾ 1, 2, 3 ബ്രിട്ടൻ്റെ കപ്പലൊക്കെ ഇട്ടെന്ന് പറയുന്നു, അല്ല വ്യക്തതയില്ല. ചെങ്കടൽ അവരത് ചെയ്തു. ഏതായാലും ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് ആ കുറവ് കൂടുതൽ വലിപ്പത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് എണ്ണ മേടിക്കുന്നത് സാറ് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനെക്കാട്ടിൽ ഈ കുറവ് കൂടി റഷ്യയിൽ നിന്ന് പരിഹരിക്കത്തക്ക രീതിയിലേക്കുള്ള എണ്ണ മേടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് നമ്മൾക്ക് ഈ യുദ്ധം പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖല ഊർജ്ജ പ്രതിസന്ധിയാണ്. ഇനി രണ്ടാമതൊരു പ്രതിസന്ധി ആഗോള പ്രതിസന്ധി ആയിരിക്കും. ഇതിന് വിലയുടെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം ഉൽപ്പാദനം, അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ വലിപ്പത്തിൽ ലോകത്തിലേക്ക് എണ്ണ എത്തിക്കാൻ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾക്കെല്ലാം കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ, യുദ്ധത്തിൻ്റെ യൂറോപ്പിൽ വന്നാൽ, അമേരിക്ക എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന റഷ്യ ഉൾപ്പെടെയുള്ള അങ്ങനത്തെ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ വില വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്ന ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റോക്കും ആ കപ്പാസിറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ എത്ര നാളായി ഇന്ധനത്തിന് വില കൂടി, ഇവിടെ വലിയ ന്യായമൊക്കെ പറയുന്നില്ല, കുറയ്ക്കുന്നില്ലയോ. 100 രൂപ വലിപ്പത്തിലായിട്ട് എത്ര കാലം കൊണ്ട് കിടക്കുമോ? നമ്മുടെ ഇന്ധനത്തിനകത്ത് വില കുറഞ്ഞൊന്നുമില്ലല്ലോ. നമ്മൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ടാക്സും സംവിധാനവും ഒക്കെ വെച്ചിട്ട് ഒരു വിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ട്, ഗ്യാസ് സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് ഓയിൽ സ്റ്റോക്ക് ഉണ്ട്, ആ രീതിയിലേക്ക്. അപ്പം ഈ ഒരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കണം നമുക്ക്. അതായത് GST കൊണ്ടുവരാൻ കേന്ദ്ര ധനകാര്യമന്ത്രി തയ്യാറാണ്, സംസ്ഥാനങ്ങളാണ് സഹായിച്ചത്, അവരുടെ വരുമാനം കുറയും. അപ്പൊ പെട്രോളിന്റെ വില കുറഞ്ഞതിനും GST വില കുറഞ്ഞ അവരുടെ വരുമാനം കുറയും. അതൊക്കെ ഒളിച്ചു കിടത്തിലാണല്ലോ. ഇത് വ്യക്തമായിട്ട് പറയാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ആൾക്കാരില്ലല്ലോ. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഇറാൻ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇറാൻ അരുതാത്തത് ചെയ്തു. അതായത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു, ലോകത്തെ പ്രതിസന്ധിയിലാക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് ഇന്ത്യയും വരും. ആ പ്രതിസന്ധി മറികടക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ കണ്ടില്ലേ? ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, നമ്മൾ ഇവിടെ കിടന്ന് പ്രകടനം നടത്തുന്നു, ഈ ഖമേനിക്കെതിരെ പ്രകടനം ഇവിടെ എല്ലാവരും നടത്തുന്നു. ഖമേനിക്ക് അല്ലെങ്കിൽ ഇറാനുമായിട്ട് നമുക്ക് സൗഹൃദമുണ്ട്, ഖമേനി കുഴപ്പക്കാരനല്ലെന്ന് പറയാൻ നോക്കൂ. ക്രൂരമായിട്ടൊരു രാജ്യത്തെ ജനതയുടെ സ്വാതന്ത്ര്യത്തെ ഖനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം. ഏറ്റവും അവസാനം നോക്കുമ്പോൾ ഇത് അയാളുടെ തിട്ടൂരം അനുസരിച്ച് അയാളുടെ നാടിനെയും അയാൾക്ക് കൊണ്ടുപോകണം, ലോകത്തെ മൊത്തം കൊണ്ടുപോകണം. അതിന് ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരവസ്ഥയിൽ അയാൾ ചിന്തിക്കുന്ന പോലെ ഹൂത്തികളെടുത്ത് പോയി നമുക്ക് ജീവിക്കാനൊക്കെ സാറേ ഒക്കത്തില്ലല്ലോ. നമുക്കിവിടെ ആണല്ലോ നമ്മുടെ സങ്കല്പം. അപ്പോൾ അങ്ങനെ അല്ലാത്തവരെ അണവായുധം ഉണ്ടാക്കി കീഴ്പ്പെടുത്തുന്നതിനും, അത് ഈ പറയുന്ന അയാളുടെ രാജ്യത്തുണ്ടാകുന്ന വരുമാനം മൊത്തവും ഭീകരവാദികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഹൂത്തികളല്ല ഹമാസിനെയും ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ഹൂത്തികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കും. നാളെ കാലത്തെ കാശ്മീരി വന്നിട്ട് അവിടുത്തെ വിഘടനവാദികൾക്ക് ഈ ആയുധം കൊടുക്കത്തില്ലെന്ന് എങ്ങനെ പറയാനൊക്കും? ഖമേനി പണ്ട് പറഞ്ഞില്ലേ, നമ്മുടെ ആ 307 വകുപ്പെടുത്ത് കളഞ്ഞപ്പം അത് ശരിയല്ല, നേരെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പറഞ്ഞു ആവശ്യമില്ലാത്ത വർത്തമാനം ഇന്ത്യക്കെതിരെ പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിർത്തി. ഏറ്റവും അവസാനം ഡൽഹി സ്ഫോടനം വന്നപ്പം, അല്ലെങ്കിൽ മറ്റു ചില സ്ഫോടനം വന്നപ്പോഴും അയാൾ വർത്തമാനം പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതി നോക്കുമ്പം ആ ഭരണാധികാരി ശരിക്കും ചില സ്വന്തം താല്പര്യത്തിന് അപ്പം അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തിന് ത്രട്ടായത്. അപ്പം നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ ഖമേനി മരിച്ചതിന് അനുശോചനം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അതിന് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. ആര് കിടന്ന് പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ അഭിപ്രായം നരേന്ദ്രമോദി നട്ടലോടുകൂടി പറയും. പക്ഷേ ഇവിടെ ഇപ്പം നരേന്ദ്രമോദി ആർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്? നമ്മുടെ 1 കോടി ജനം GCC കിടക്കുക, അവർക്ക് വേണ്ടിയല്ലേ നിൽക്കണ്ടേ? അവന്റെ ഭാഗമല്ലേ സംസാരിക്കേണ്ടത്? അവിടെ സുരക്ഷിതത്വം ഏർപ്പെടുത്തണമല്ലേ പറഞ്ഞത്? അവിടെ അല്ലെങ്കിൽ അവരെ പിടിച്ചല്ലേ അനുശോചനം ഏർപ്പെടുത്തുന്നത്? എന്തിനും നമുക്ക് ഇറാനുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് പാനക്കത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ താല്പര്യം, നമ്മുടെ ജനം, അനുസരിച്ചേ പാനക്കത്തുള്ളൂ. ഇവിടെ ഖമേനിക്കെതിരെ ഭരണം നടത്തുകയും ഇറാൻ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വോട്ടുകൾ വിളിച്ചു നരേന്ദ്രമോദിക്ക് ആ വോട്ടോ അല്ലെങ്കിൽ അങ്ങനെ നീക്കുള്ളൂ. അല്ല, വോട്ട് വേണ്ടെന്നല്ല, തീരുമാനം അങ്ങനെ തന്നെ. വോട്ട് ചെയ്തോളും. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം, ഇന്ത്യൻ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം, അതിനകത്ത് ഉടുപ്പിടുന്നതിനകത്തോ പൊട്ടിടുന്നതിനകത്തോ കുറിയിടുന്നതിനകത്തോ സംസ്കാരത്തിനകത്തോ ഒന്നും വ്യത്യാസപ്പെടുത്താം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിന്റെ ശൈലിയിലാണല്ലോ അന്നും ചോദിച്ചത് ഇന്നും വോട്ട് ചോദിച്ചത്. പക്ഷെ ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇന്ത്യക്ക് വേണ്ടി. പക്ഷെ 16 കുറി നെറ്റിക്കാണോ? അതിനകത്ത് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ കാവി പോയിച്ചിട്ടുണ്ടാവും, അത് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങ് പറഞ്ഞ പോലെ ഖമേനിയെ പോലെ ഒരു കൊള്ളരുതാത്ത മനുഷ്യനാണ് ഈ ട്രംപും. കാരണം ചതിയനാണ്. വന്ന അധികാരത്തിൽ വന്ന് ഇപ്പോൾ എത്ര ശതമാനമാണ് നമുക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമെന്നും പറഞ്ഞ് എത്രമാത്രം അയാൾ കൂട്ടിയത്?
എന്തൊരു ചതിയാ ചെയ്തത്. അല്ല, അവസാനം നമ്മുടെ പരിധിക്ക് വന്നില്ലേ? പരിധിക്ക് വന്ന അങ്ങനെ സുപ്രീം കോടതി വിധി വന്നത്. അല്ല, സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പരിധിക്ക് അയാളെ കൊണ്ടുപോകും. നമ്മുടെ പരിധിക്ക് ട്രേഡ് ഡീൽ എന്നുള്ളത് വന്നു. അത് മോദി അങ്ങോട്ട് കയറി ഒരു ചതി ചതിച്ചതാണ്. മോദി ഇയാളിരിക്കുമ്പോൾ മിക്കവാറും ഇതിൽ ഒപ്പിടില്ല, അടുത്ത പ്രസിഡന്റ് വരാൻ കാത്തിരിക്കും, എന്നിട്ട് ഒപ്പിടും. ഇത്ര താമസിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇയാൾക്കാ കുഴപ്പം. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ഈ താരിഫൊന്നും ഏർപ്പെടുത്താനുള്ള അവകാശം നിങ്ങൾ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയായിരുന്നു. അതിപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതിൽ ജനങ്ങളുടെ മുഴുവൻ എതിർപ്പ് ഇയാൾ നേരിട്ട് കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ അതിൽ ആ എതിർപ്പ് പ്രകടിപ്പിക്കും. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഒറ്റയടിക്ക് ഇപ്പോൾ ഇറാനെ തോൽപ്പിച്ച് നമ്മളിപ്പോൾ കണ്ടോ, ഇങ്ങനെ മസിലും പിടിച്ച് ഇറാൻ്റെ ശവകുടീരത്തിന് മുമ്പ് നിൽക്കാമെന്ന് വിചാരിച്ചായി തുടങ്ങിയത്. പക്ഷേ പാളിപ്പോയി. അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള F-15, അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ, ഇതിന് നേരെ വരെ ഇറാൻ അറ്റാക്ക് ചെയ്തു. അത് സാറേ, അതിനകത്ത് സാർ ഇപ്പോൾ എത്ര ആയാലും, ഞാൻ എത്ര വലിയ ചട്ടമ്പിയാന്ന് പറഞ്ഞാലും സാറിനെ എടുത്തിട്ട് അടിക്കുമ്പോൾ 2 അടി കൊള്ളും, അടി കൊടുക്കാൻ പോകുമ്പോൾ കൊള്ളും. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഈ ഇവിടെ കിടന്ന് സാർ ഈ പറയുന്ന കാര്യം നടക്കത്തില്ല. ഇപ്പൊ തന്നെ ഇന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കും, ഇസ്രായേൽ ചുമ്മാതെ പറയത്തില്ല, ഇസ്രായേൽ പറഞ്ഞിരുന്ന ഇറാൻ തീർന്നു. ഇറാൻ തീർന്നു പറയുമ്പോൾ എന്താണെന്നറിയോ, അവരുദ്ദേശ കാര്യങ്ങളെല്ലാം നടത്തി കുറേ നാളത്തേക്ക് ഇനി പൊങ്ങത്തില്ല, അല്ലെങ്കിൽ പൊക്കത്തില്ല, 4 ദിവസത്തെ യുദ്ധത്തിന്റെ കാര്യം കൂടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതും കഴിഞ്ഞ് പോകുമായിരിക്കും. ഇറാനകത്ത് നടന്നേക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സാറേ, ഈ അവർ തിരിച്ചെല്ലായിടവും മിസൈൽ വിട്ടിട്ടുണ്ട്, പലയിടത്തും തീ കത്തിയിട്ടുണ്ട്, പലയിടത്തും ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ബഹറിനിലാണ്ട് മിസൈൽ വിട്ടിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതൊക്കെ മുകളിൽ വെച്ച് നശിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പാർട്സ് വീണ് കത്തുക. പക്ഷേ മറ്റേടത്ത് അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അറ്റാക്ക് തന്നെ 7 ലെയർ സിസ്റ്റം ഉണ്ടായിരുന്നിടത്ത്, ഖമേനി കൂടിയ യോഗത്തിനകത്ത് 7 ലെയർ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നിടത്താണ് 30ഓളം ബോംബുകൾ കൊണ്ടിട്ടിട്ട് തരിപ്പണമായി പോയത്. ശവം ഇവിടൊക്കെ പറയുന്നത് ശവം കിട്ടിയെന്ന് എത്രയായിട്ടാണ് കിട്ടിയേ? അപ്പം ജയിച്ചില്ല എന്നൊക്കെ പറയുന്നത് മീഡിയ വൺ പറയുന്ന പോലെ പറയാനേ ഒക്കത്തുള്ളൂ. നമ്മൾ എത്ര പറയുമ്പോഴും അമേരിക്ക പോലെയും ഇസ്രായേൽ പോലെയുള്ള രാജ്യത്തിനകത്ത് ഇപ്പം നമ്മൾ പറയാം, അവരുടെ സംവിധാനത്തോട് കിടപിടിക്കാൻ പറ്റുന്ന സംവിധാനം ഇറാൻ ഇല്ല. ഇസ്രായേലിന്റെ ആവശ്യം കൂടെ ട്രംപിനെ പോലല്ല. ട്രംപിനെ ഡ്രാഗ് ചെയ്ത് അവരാണ്. ട്രംപിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് കൂടെ വഴിയായിരിക്കും. ഇസ്രായേലിനെ ഞാനത് ആദരിക്കുന്നു. കാരണം അവരുടെ നിലനിൽപ്പിന്റെ വിഷയം, ഇറാന്റെയും വാസ്തവത്തിൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതാണ് 2 രാജ്യങ്ങൾ തമ്മിൽ അടിക്കുക. അതിന് ഞാൻ പക്ഷം ചേരുന്നില്ല. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ട രാഷ്ട്രം ഇതിനകത്ത് ഒന്ന് പക്ഷം ചേർന്ന് അവർക്ക് അടി കൊണ്ടു, അവരുടെ വിമാനങ്ങൾ വീണു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചട്ടമ്പിയോടെ അടിക്കുമ്പോൾ ചട്ടമ്പിക്ക് അടി കൊണ്ട് ചട്ടമ്പി വീടുമ്പോൾ ഉണ്ടാവുന്ന നാണക്കേട് അമേരിക്കയ്ക്ക് അമേരിക്ക യുദ്ധം ചെയ്യുമ്പോൾ നാശനഷ്ടം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇസ്രായേൽ പണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിച്ച രാജ്യമാണ്. പക്ഷേ അതിന് പോലും ഇറാനോട് ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ കാലതാമസം എടുക്കുന്നു. ഈ കാലതാമസം എടുക്കുന്നതിനനുസരിച്ച് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നുണ്ട്. എവിടെ കാലതാമസം എടുക്കും. ഇറാൻ ചെറിയ രാജ്യമല്ല, വലിയ വലിപ്പത്തിലുള്ള രാജ്യമാണ്. അവരുടെ മിസൈൽ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം ഭയങ്കര ഭീകരം കൂടുതലാണ്. അപ്പം നിസ്സാരമായിട്ട് ഒന്നും അടിച്ച് തീരത്തില്ല. പക്ഷേ നമ്മൾ പറയത്തില്ല, എത്ര വലിയ ചട്ടമ്പി ആയാലും മർമ്മത്തിലടിച്ചാൽ വീഴും. മർമ്മത്തിലെ ഇസ്രായേൽ അടിക്കും. പറഞ്ഞത് 4 ദിവസം, പിന്നെ 4 ആഴ്ച. ഇപ്പൊ പറയുന്ന ജോർജ് വാൻസ് പറയുന്ന അനന്തമായിട്ട് നീളാലും ഇനി അതിനെ റീബിൽഡ് ചെയ്യാൻ ഇസ്രായേൽ സമ്മതിക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.